മൾട്ടി പർപ്പസ് ആണ്. അതായത് ലീഫിനാണെങ്കിലും ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഹായ് ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മോർണിംഗ് വൈബും കോഴിക്കോട് ജില്ലയിൽ മുറമ്പാത്തി എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്തായാലും മനോഹരമായൊരു കാഴ്ച. മറ്റൊന്നുമല്ല, സാധാരണ നമ്മൾ എക്സോറ തെച്ചിയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഇതും ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത തെച്ചീൻ്റെ ഫ്ലവറിനേക്കാൾ ഉപരിയായിട്ട് ഇതിൻ്റെ ലീഫ് കണ്ടോ, ലോട്ടസ് ക്രോട്ടൻ്റെ ഒക്കെ പോലത്തെ ലീഫാണ്, കേർലി ലീഫാണ്. അതുകൊണ്ട് ഫ്ലവർ ഇല്ലെങ്കിൽ പോലും നമ്മുടെ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിലൊക്കെ മതിലൊക്കെ ശരിക്കും ചെയ്യാൻ പറ്റും. കാരണം ഫുൾ ടൈം ഫ്ലവർ ഇല്ലെങ്കിൽ പോലും നല്ല മനോഹരമായിട്ട് അതിൻ്റെ ലീഫ് നിൽക്കും. ഇനി ഫ്ലവർ വരുമ്പോൾ ഒരു ബോണസായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. എപ്പോഴും നമ്മൾ എക്സോറ തെച്ചിയൊക്കെ നോർമൽ നടുമ്പോൾ ശരിക്കും അതേപോലെ തന്നെ നല്ല ഫ്ലവറും കിട്ടും, ലീഫും കൂടി കുറച്ചുകൂടെ ഭംഗിയായിട്ട് കിട്ടുന്ന സമയത്ത് ഏറ്റവും നല്ലതല്ലേ. അപ്പോൾ പ്ലാന്റുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ പലരും വ്യത്യസ്തമായിട്ട് ക്രിയേറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ് സെലക്ട് ചെയ്യുന്ന സമയത്തും ഇതേപോലെ ക്രിയേറ്റീവായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മൾട്ടി പർപ്പസ് ആണ്. അതായത് ലീഫിനാണെങ്കിലും ഭംഗിയുണ്ട്. പലപ്പോഴും ലീഫ് ഭംഗിയുണ്ടെങ്കിൽ ഫ്ലവർ അത്യാവശ്യം ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു പ്ലാന്റ് നല്ല രീതിയിൽ ബ്ലൂം ചെയ്യും. അതുപോലെ തന്നെ ഫ്ലവറും ലീഫും ഒരുപോലെ ഭംഗി നൽകുന്ന ഒരു പ്ലാന്റാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. നിർഭാഗ്യവശാൽ ഇതുവരെ നമ്മുടെ വീട്ടിലെത്തിയിട്ടില്ല, ഗ്രീൻ ഹെവനിലെത്തിയില്ല. ഒരെണ്ണം ഇവിടുന്ന് ചൂണ്ടാൻ പറ്റുമോ നോക്കാം നമുക്ക്. ഇത് നമ്മുടെ നോർമൽ കളർ തെച്ചിയുടെ അതേ കളർ ഫ്ലവർ തന്നെയാണ്. ഇതിൻ്റെ വ്യത്യസ്തമായ കളറുകളോ അല്ലെങ്കിൽ ഇതിലും വ്യത്യസ്തമായ കേളി ലീഫുകളൊക്കെ ഉണ്ടെങ്കിൽ ആരുടെടുത്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒരു ഈർക്കിളിയുടെ വണ്ണം അല്ലെങ്കിൽ അതിൽ കുറച്ച് കൂടിയൊരു വണ്ണത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പം നോർമൽ പൊട്ടി മിക്സ് എന്ന് പറയുന്നത് ചാണകപ്പൊടി, മണ്ണ്, മണൽ, ഇത്രയും മാത്രം മതി. ശരിക്കും ഇവിടെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. വേറെ അധികം പ്ലാന്റുകളൊന്നുമില്ല, കുറച്ച് റോസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് എവിടെയാണ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സഫിയ താത്തേൻ്റെയും കമാൽ കാക്കാൻ്റെയും വീട്ടിലാണ്. അപ്പോൾ എന്തായാലും മനോഹരമായിട്ട് ഇത് ഏത് സമയത്ത് വരുമ്പോഴും ഇതേപോലെ നല്ല ബ്ലൂംസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ശരിക്കും സൺലൈറ്റ് മസ്റ്റാണ്, അതേപോലെ നല്ല ഡ്രൈനേജും. അപ്പോൾ ഇന്നത്തെ ടിപ്സ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.